കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37 അധ്യായം അതിൻ്റെ 16 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത് എന്ന് കാണുന്നു. ഈ 37 സങ്കീർത്തനം എഴുതിയത് ദാവീദ് രാജാവാണ്. അപ്പോൾ ആ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ദേശത്ത് നന്മ ചെയ്യുന്നവർ, നല്ലതായിരിക്കുന്നവർക്ക് എന്താണ് നടക്കുന്നത്, യഹോവ എന്താണ് വെച്ചിട്ടുള്ളത്, ദുഷ്ടന്മാർക്ക് എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്ത് നടക്കുന്നവർക്ക് എന്താണ് പ്രതിഫലം, കർത്താവ് എന്താണ് വെച്ചിട്ടുള്ളതെന്ന് ആ ഒരു 37 സങ്കീർത്തനം മുഴുവനും വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിൽ എങ്ങനെ നടക്കുന്നവർ എങ്ങനെ ദോഷം അനുഭവിക്കും, യഹോവ അവർക്ക് എന്ത് ബദൽ കൊടുക്കും എന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ നാം വായിച്ചു കേട്ട 16 വാക്യത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ദുഷ്ടന്മാർക്ക് ദുഷ്ടത നിമിത്തം വരുന്ന അനേക സമ്പത്തിനേക്കാളും എന്ന് പറഞ്ഞാൽ അവരുടെ സമൃദ്ധിയെക്കാളും നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത് എന്ന്. ഒരു നീതിമാനായ മനുഷ്യൻ ഈ ഭൂമിയിൽ അല്പ ദിവസത്തെ ജീവിതം നല്ലതായിട്ട് കഴിച്ചിട്ട് അത് കഴിഞ്ഞു പോകുന്നത് ഒരു നിത്യ സന്തോഷത്തിലേക്കാണ്, നിത്യ ആനന്ദത്തിലേക്കാണ്. പക്ഷേ ദുഷ്ടന്മാരങ്ങനെയല്ല. അപ്പോൾ നാം ജീവിതത്തിൽ ഈ വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചിട്ട് യഹോവയ്ക്ക് നിരക്കാത്തത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു നീതിമാനായിട്ട് ഈ ലോകത്ത് ജീവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സമയത്ത് ദൈവമേ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവ്, ദുഷ്ടത ചെയ്യുന്നവരുടെ ജീവിതത്തിലുള്ള അനേക സമൃദ്ധിയെക്കാളും നീതിമാനുള്ള അല്പം നല്ലതെന്ന് നിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ കർത്താവെ, നീതി പ്രവർത്തിച്ച് അല്പമായാലും അതിലൊരു സന്തോഷം കണ്ടെത്തി നിന്നോട് കൂടെ നടന്ന് നിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.